രാധാകൃഷ്ണൻ, മോദി പല ആളുകളെയും വിളിച്ചതായിട്ട് പല പല മാധ്യമങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോഹൻലാലിനെ മോദി വിളിച്ചു, അദ്ദേഹം പോയില്ല എന്ന് പറഞ്ഞ് വേറെ കുറേ ആളുകൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ മന്ത്രിമാരാകുന്നവരെയൊക്കെ മോദി വിളിക്കുന്ന പരിപാടികളായിട്ട് അറിയാമോ? അങ്ങനെയല്ല. ഇപ്പോൾ ബി ജെ പിയിലെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം അനുസരിച്ച് നിങ്ങളെ ഏതെങ്കിലും ഒരു പദവിക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിൽ ആ പദവി ഒന്നും പറയില്ല, നിങ്ങളോട് വിളിച്ചിട്ട് നിങ്ങളുടെ വിവരങ്ങൾ മുഴുവൻ ആദ്യം ശേഖരിക്കും. നിങ്ങളുടെ ബയോഡേറ്റ ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കും. അതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും പാർട്ടി ഓഫീസിൽ നിന്ന് വിളിക്കും. പാർട്ടി ഓഫീസിൽ ഇതിനൊരു സംവിധാനമുണ്ട്, അവിടെ നിന്ന് വിളിക്കും. വിളിച്ചിട്ട് പറയും ഇങ്ങനെ ഒരു സംഗതിയുണ്ട്. നിങ്ങൾ അപ്പോഴും കാര്യം പറയില്ല. നിങ്ങൾക്കൊരു ഇത്ര സമയത്ത് നിങ്ങൾക്കൊരു ടെലിഫോൺ കോൾ വരും, അതിന് വേണ്ടി നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക, എവിടെ നിന്നാണ് എന്താണെന്നൊന്നും പറയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വിളിച്ചിട്ട് പറയും. ഇപ്പോൾ ചിലപ്പോൾ മന്ത്രിയാകാനുള്ളവർ എങ്ങനെയാണെന്ന് വെച്ചാൽ മോദിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കും. വിളിച്ചിട്ട് പറയും ഇത്ര മണിക്കൊരു തേയില സൽക്കാരമുണ്ട്, ഒരു ടീ പാർട്ടി ഉണ്ട്, നിങ്ങൾ അതിൽ വരണമെന്ന് പറയും. അതിൽ ചെല്ലുന്ന സമയത്തും അതറിയാൻ പറ്റില്ല. ഉദാഹരണത്തിന് കുര്യൻ അത് വിശദീകരിച്ച് തന്നെ പറഞ്ഞു. ജോർജ് കുര്യൻ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഹോട്ടൽ മുറിയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് വിളിച്ചു പറയുന്നത്. അദ്ദേഹം ഒരു ടാക്സി കാറിലാണ് അവിടെ ചെന്നത്. അവിടെ ചെന്നിറങ്ങി കഴിയുമ്പോഴേക്കും ഇത് ആരായിരുന്നാലും ശരിയാണ്, ഈ ഫോണും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ മേടിച്ച് വെച്ചിട്ട് PMOയുടെ ഓഫീസ് പ്രിമൈസിലേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ അതിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ. അത് ആ തേയില സൽക്കാരത്തിലാണ് ഈ കാര്യം അനൗൺസ് ചെയ്യുക. അതിനു മുമ്പ് അത് ആർക്കും അറിയില്ല. അല്ലാതെ മോദി സാധാരണഗതിയിൽ ഒരാളെയും വ്യക്തിപരമായി വിളിച്ചിട്ട് ഇതിങ്ങനെ വരണം എന്ന് പറയുന്നൊരു രീതി ഇല്ല. ഇനിയിപ്പോൾ ഇവരെയൊക്കെ വ്യക്തിപരമായിട്ട് വിളിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കൊട്ട് അറിയാനും പാടില്ല. സാധാരണ പാർട്ടിയുടെ രീതി ഇതാണ്. ഇനിയിപ്പോൾ അതിൽ നിന്ന് മാറി എന്തായാലും ഇപ്പോൾ ഇത്രയും പേരെയൊക്കെ ഒരുമിച്ചിരുന്ന് വിളിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സാവകാശം ഒരു പ്രധാനമന്ത്രിക്ക് ഉണ്ടാകില്ല എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്ന കാര്യം, ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, എന്തെല്ലാം പറഞ്ഞു. സുരേഷ് ഗോപി പോകില്ല പറഞ്ഞ്, MP ആണ്, പോയേ പറ്റൂ. MP ആണ്, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട MP ആണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷെ അതിലും എത്രയോ വലുതാണ് BJP പ്രവർത്തകരുടെ അശ്രാന്തമായ പരിശ്രമം. എത്രയോ BJP പ്രവർത്തകർ രാപ്പകലില്ലാതെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മോദിയുടെ ഒരു സ്വാധീനം, BJP പ്രവർത്തകരുടെ അധ്വാനം, പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനം, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് അദ്ദേഹം ജയിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂടിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ജയിച്ച് ഒരു MP ആയി കഴിഞ്ഞ മനുഷ്യൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പം ഞാൻ പോകില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയേയില്ല, ഒരിക്കലും പറയില്ല. പിന്നെ എപ്പോൾ പോകണം എന്നുള്ള കാര്യം അത് അദ്ദേഹത്തിൻ്റെ സൗകര്യം അനുസരിച്ച് അദ്ദേഹത്തിന് പോകാം. ചിലരുടെ ഇവിടുന്ന് 2 ദിവസം മുമ്പേ പോയി, ചിലർ 1 ദിവസം മുമ്പേ പോയി, ചിലർക്ക് പോകാൻ അസൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് ക്ഷണം എനിക്കും ഉണ്ടായിരുന്നു ഈ പരിപാടിക്ക്. അത് ഇങ്ങനെ ആളുകൾ പോയി തുടങ്ങിയപ്പോൾ 100-ലധികം ആളുകൾ കേരളത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. 105 പേര്. അതിൽ ശോഭാ സുരേന്ദ്രൻ അങ്ങോട്ട് വിളിപ്പിച്ചു. ഞാൻ ഏഷ്യാനെറ്റിൽ കണ്ടതാ. ശോഭാ സുരേന്ദ്രനെ ഡൽഹിക്ക് വിളിപ്പിച്ചു. വലിയ സ്ക്രോളാണ്. അത് കഴിഞ്ഞ് അവർ തന്നെ പറയുകയാണ്, ചിലപ്പോൾ അവർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്ന് അവർ തന്നെ പറയുക. അല്ല, ശോഭയല്ല, ഈ ചാനലുകാർ എവിടുന്ന്. അല്ല, ഇതിലെന്താ കാര്യം വെച്ചാൽ ഇതിൽ ശോഭാ സുരേന്ദ്രൻ നിസ്സഹായയാണ്. കാരണം ഇവർ ചിലപ്പോൾ ആരോടെങ്കിലും പറഞ്ഞു കാണും, അവിടെ നിന്ന് സ്റ്റേറ്റ് ഓഫീസിൽ നിന്നാണ് വിളിക്കുക, കേന്ദ്ര ഓഫീസിൽ നിന്നല്ല. സ്റ്റേറ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇതിന് സാറിന് ക്ഷണമുണ്ട്, സാറ് പോകണം, ഇന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആ ദിവസം അസൗകര്യമുണ്ട്, എനിക്ക് പോകാൻ കഴിയില്ല. കാരണം എൻ്റെ മകൾ അന്ന് വേറൊരു യാത്രയ്ക്ക് പോകുന്ന, അവളുടെ ആ കാര്യങ്ങളൊക്കെ ഞാൻ നിന്ന് വേണം ശരിയാക്കാനായിട്ട്, വേറൊരാളില്ല, അതുകൊണ്ട് ദയവായിട്ട് എന്നെ ഒഴിവാക്കിയേക്ക് എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ പറയുന്ന ധാരാളം പേരുണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പോകുന്നവരുമുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് അവർ ആരോടെങ്കിലും പറഞ്ഞു കാണാം, ഇങ്ങനെ ഒരു ക്ഷണമുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഈ പരിപാടിക്കെന്ന്. അത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തീർച്ചയായിട്ടും ഡൽഹിയിൽ നിന്ന് വിളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ നിന്നാണ്
സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് ജയരാജ് കൈമളാണ് എല്ലാവരെയും വിളിച്ച് പറയുന്നത്. 105 പേരുടെ പട്ടിക തന്നെ തയ്യാറാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രിന്റ് ചെയ്തിട്ടാണ് പ്രിന്റ് ചെയ്ത് അത് പല കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിലുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ റെപ്യൂട്ടേഷൻ വരുന്നുണ്ട് അതിനകത്ത്. കാരണം ഇപ്പോൾ ഞാൻ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ വരും, സംസ്ഥാന ഭാരവാഹികളുടെ ലിസ്റ്റിൽ വരും, തെരഞ്ഞെടുപ്പ് സമിതിയുടെ സംസ്ഥാന തലത്തിലുള്ള ലിസ്റ്റിൽ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3ഉം 4ഉം ലിസ്റ്റിൽ വരുന്നവരുണ്ട് അതിനകത്ത്. അവരെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ 105 പേരെ ക്ഷണിച്ചിരിക്കുന്നത്. ആ 105 പേരെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് വിളിച്ചു പറയുന്നത്. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇവിടുന്ന് ലിസ്റ്റ് അയച്ചു കൊടുത്ത് ആ ലിസ്റ്റിന് അവർ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ആര്? PMO എല്ലാം അപ്രൂവൽ കൊടുത്തിരിക്കുന്നു, പാർട്ടി അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ അപ്രൂവൽ കിട്ടിക്കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഇത് വിളിച്ചു പറയും. അപ്പോൾ വിളിച്ചു പറയുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡൽഹിക്ക് ഇന്ന സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ മാധ്യമ വിശാരദൻ അത് കേട്ടിട്ട് ശോഭയെ പ്രത്യേകമായി വിളിച്ചു എന്നും അത് അവരെ കൊണ്ടേ ഒരു കുഴി ചാടിക്കുകയാണ്. കാരണം നിങ്ങളെന്താ ധരിക്കുക, അവർ പറഞ്ഞു എന്നല്ലേ, അവരിത് പറഞ്ഞിട്ടും ഉണ്ടാകില്ല. അവരാകെ പറഞ്ഞത് ചിലപ്പോൾ ഇതായിരിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് അവരിനി BJP പ്രസിഡൻ്റാകാൻ പോകുന്നു. ഒന്ന് BJP ഒരു സംസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റ് ആകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊക്കെ എന്ന് വെച്ചാൽ ഈ മന്ത്രിസഭാ രൂപീകരണം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നദ്ദാജി മന്ത്രിയായി പോയിട്ടുണ്ട്. അപ്പോൾ അഖിലേന്ത്യാ നേതൃത്വത്തിൽ തന്നെ അപ്പോൾ നദ്ദാജിയുടെ പൊസിഷന് പകരം വേറെ പൊസിഷനൊക്കെ വേണ്ടി വരും. കാരണം ഒരു മന്ത്രിക്ക് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ സമയം നോക്കിയിട്ട് ജോലി ചെയ്യരുത്, ചിന്തക്കും പ്രവൃത്തിക്കും സമയപരിധി ഇല്ലാതെ ജോലി ചെയ്യണമെന്നാണ്. എന്ന് വെച്ചാൽ അവിടെ മന്ത്രിയാവുന്നവരെല്ലാം 24 hours അവിടെ ഇരുന്ന് ജോലി ചെയ്യണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അങ്ങനെ വേണ്ടി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് പാർട്ടി ചുമതലകൾ സ്വാഭാവികമായിട്ട് വഹിക്കാൻ പറ്റില്ല. അപ്പോൾ പാർട്ടിക്ക് പുതിയ സംവിധാനം വരും. ഇന്ന് ഉച്ചയ്ക്ക് ഈ MT രമേശ്, K സുരേന്ദ്രൻ, അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ സുരേഷ് ഗോപി ലേ മെറിഡിയനിൽ താമസിക്കുന്നുണ്ട്. അങ്ങോട്ട് മുറിയിലേക്ക് പോകുമ്പോൾ സ്ക്രോൾ ഞാൻ കണ്ടത് കേരള നേതാക്കൾ സുരേഷ് ഗോപിയെ അനുനയിപ്പിക്കാൻ പോകുന്നു. ചിലപ്പോൾ ഉച്ചയ്ക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചതിനായിരിക്കും ഈ പറയുന്നത്. അല്ല, അങ്ങനെയല്ല. അതിനകത്തൊരു കാര്യം, കേരളത്തിൽ നിന്ന് ജയിച്ച ഒരാൾ മന്ത്രിയായിരിക്കുന്നു. ഇപ്പോൾ ഡൽഹിയിൽ ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാനും പോയി അദ്ദേഹത്തെ കാണും. അതെ, കാരണം അതൊരു സാമാന്യ മര്യാദയുടെ പ്രശ്നമാണ്. കേരള നേതാക്കൾ മന്ത്രിയാക്കപ്പെട്ട ഒരാളെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കണം. അത് പാർട്ടിയുടെ ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമല്ലേ, അതവർ ചെയ്യും. ഇനി വേറൊരു കാര്യമുണ്ട്, ഒരാളെ പ്രധാനമന്ത്രി ആണ് ആര് മന്ത്രി ആകണമെന്ന് ഭരണഘടന അതാണ് പറയുന്നത്. ആ പ്രധാനമന്ത്രി ഒരാളെ മന്ത്രി ആകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. സുരേന്ദ്രനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ മന്ത്രി ആക്കണമെന്നില്ല. പ്രധാനമന്ത്രി അദ്ദേഹത്തിന് വിശ്വാസമുള്ളവരെ തിരഞ്ഞെടുത്ത് മന്ത്രിമാരാക്കിയാണ്. ആ മന്ത്രിമാരാക്കുന്നതിന് ഒരുപാട് പരിഗണനകളുണ്ടാകും. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ജയിച്ച ആദ്യത്തെ ഏക MP എന്ന നിലക്ക് തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഏത് മന്ത്രിസ്ഥാനം എങ്ങനെ കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള സമ്പൂർണ്ണമായ അധികാരം പ്രധാനമന്ത്രിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. പിന്നെ എൻ്റെയൊക്കെ അനുഭവത്തിൽ പലപ്പോഴും നമ്മളിത് എങ്ങനെയാണ് സഹമന്ത്രിയാക്കുന്നത്, ക്യാബിനറ്റ് മന്ത്രിയാക്കുന്നതൊക്കെ നല്ല വിവരമുള്ള TVR ഷേണായുടെ പോലെയൊക്കെ ഉള്ളവരുടെ കൂടെ പത്രപ്രവർത്തനം നടത്തിയ ശീലം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, കന്നി മന്ത്രിയാകുന്ന ആളും മിക്കവാറും ഒക്കെ സഹമന്ത്രിയായിരിക്കും. അത് ശശി തരൂരും അങ്ങനെ തന്നെയായിരുന്നില്ലേ ഇവിടെ നിന്ന്. അതായത് ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളെ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് എടുക്കുമ്പോൾ അത് ക്യാബിനറ്റ് മന്ത്രി ആയിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേഷനിൽ പരിചയമുണ്ട്. അദ്ദേഹത്തിന് ഫയൽ കൈകാര്യം ചെയ്യാൻ അറിയാം. അദ്ദേഹത്തിന് പോളിസി പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് തീരുമാനമെടുക്കാൻ അറിയാം. കാരണം മുഖ്യമന്ത്രിയായി ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിച്ച അനുഭവ പരിചയമുള്ള ഒരാളെ ആക്കുന്നതും ഒരു അനുഭവ പരിചയവും ഇല്ലാത്ത ഒരാളെ കേന്ദ്രമന്ത്രി ആക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് വേറൊന്നാണ്, അതും കൂടി വേണം ഇതിനകത്ത്. ഫയലിൽ തീരുമാനം എടുക്കണ്ടേ? അത് മുഴുവൻ സെക്രട്ടറി പറയുന്നത് കേട്ട് മാത്രമല്ലല്ലോ. അതായത് രാവിലെ ഈ അബ്ജോദ് വർഗീസോ ബിനു ജോണോ ആരെങ്കിലും ഒരു നരേറ്റീവ് തുടങ്ങി വെക്കുകയാണ്. അല്ല, ഇങ്ങനെയാണ്, അത് ഇടഞ്ഞിട്ടാണ് ഡൽഹിയിൽ നിന്ന് പോകുന്നത് തുടങ്ങുകയാണ്. പിന്നെ ഈ നരേറ്റീവ് ബിൽഡപ്പ് ചെയ്യുക, ആദ്യം കള്ളം പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കള്ളങ്ങൾ. അല്ല, അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ
ഒരു നിർദ്ദേശം സുരേഷ് ഗോപിക്ക് വെക്കാൻ പറ്റുമോ? എനിക്ക് ഇന്നത് തരണം ഇങ്ങനെ? ഇല്ല, അത് പറ്റില്ല. അത് ലോകത്ത് ആരും വെക്കില്ല. അതെ, ഇപ്പം മുന്നണി ഭരണമാണ്. ആ മുന്നണി ഭരണത്തിലാണെങ്കിൽ ഇവിടെ കേരളത്തിൽ പോലും മുന്നണി ഭരണമാണെങ്കിലും ശരിയാണ്, അവരുടെ അഭിപ്രായം പറയും എന്നല്ലാതെ ആത്യന്തികമായിട്ട് ആർക്ക് ഏത് മന്ത്രി ഇപ്പോൾ മുന്നണി ഭരണത്തിൽ അതാത് കക്ഷികൾക്ക് അവരുടെ മന്ത്രിമാരാരാണെന്ന് നിശ്ചയിക്കാം. പക്ഷേ അവർക്ക് ഏതൊക്കെ വകുപ്പുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയാണ് അത് ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. വേറൊരാൾക്കും അത് തീരുമാനിക്കാൻ സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ പറയുന്നത് മാത്രമല്ല സഖ്യകക്ഷികൾ ഉപാധികൾ വെച്ചിട്ടില്ല എന്നുള്ളത് അവർ പറയുന്നു. അവർ പറഞ്ഞിട്ടുണ്ട്. രൂപവൽക്കരണത്തിൽ നിന്ന് വളരെ വ്യക്തവുമാണ്. ആ പിന്നെ എന്താ ഇത്? പക്ഷെ അങ്ങനെയല്ല. ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഒന്ന് ആത്മാഭിമാനവും ആത്മവിശ്വാസവും അന്തസ്സും ഇല്ലാതെ ആയിരിക്കുന്ന ഒരു ജേർണലിസ്റ്റ് സംസ്കാരം കേരളത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. ആര് തോന്നിയത് പറയണേ, ഇത് ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്ന് ആരും ചോദിക്കുന്നില്ല. ഇതിങ്ങനെ പറഞ്ഞു. സുരേഷ് ഗോപി പറഞ്ഞോ? സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. സുരേഷ് ഗോപിയെ വിളിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ഇല്ല. ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ വിളിച്ചോ? അല്ല, നമുക്കൊരു കാര്യം അറിയാമല്ല. എന്തായാലും സുരേഷ് ഗോപി അത്ര പരമ മണ്ഡലമൊന്നുമല്ലല്ലോ. മാധ്യമപ്രവർത്തകർ വിളിച്ചു ചോദിക്കുമ്പോൾ അവരോട് ഈ കാര്യങ്ങൾ പറയാനായിട്ട് ആരോടും പറയില്ല. അദ്ദേഹം MP എന്ന നിലക്ക് അദ്ദേഹം അവിടെ പോയേ പറ്റൂ. അതല്ലെങ്കിൽ എനിക്ക് വരാൻ കഴിയില്ല, ഇന്ന അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവധിയെടുക്കണം. ഇപ്പം ഞാൻ അവിടെ പോയില്ല, ഞാൻ അവധിയെടുത്തതാണ്. എനിക്ക് പോകാൻ പറ്റില്ല. കാരണം എനിക്കിങ്ങനെ വ്യക്തിപരമായിട്ട് ഞാൻ അന്ന് ഇതാണ് എൻ്റെ മകളിങ്ങനെ യാത്രയുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് പെണ്ണ് അവളെ അങ്ങോട്ട് കയറ്റി അയക്കുന്നത് വരെയുള്ള ജോലി എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് K. സുരേന്ദ്രൻ ഈ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, അതായത് നിങ്ങൾ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നത്, ഞാൻ ഇത് കഴിഞ്ഞാൽ പ്രസിഡന്റ് ആയിരിക്കില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിയാകുമ്പോൾ അപ്പം ഞാൻ പ്രസിഡന്റ് ആയിരിക്കില്ല. എന്താ ഇതെന്ന് സുരേന്ദ്രൻ ചോദിച്ചു. അല്ല, സുരേന്ദ്രൻ എനിക്ക് ഈ കാര്യത്തിൽ വലിയ സങ്കടമുള്ളത് എന്താണെന്ന് വെച്ചാൽ, സുരേന്ദ്രൻ ഒരാൾ പ്രസിഡൻ്റായി അയാൾ നിയോഗിക്കപ്പെട്ട് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും സുരേന്ദ്രനെ മാറ്റുന്നു. ഇനി വേറൊരുന്നുണ്ടായിരുന്നു, മുരളി മന്ത്രിയായിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയാണ് മുരളിയെ മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മൾ കേട്ടതല്ലേ? എത്ര കാലം ഇവരിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു? എത്ര കാലം? ഇവർക്ക് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടി? ആര് പറഞ്ഞു ഇവരുടെ അടുത്ത്? ഇവരാർക്ക് വേണ്ടി ഇത് ചെയ്യുന്നു? എന്തായാലും BJPക്ക് അനുകൂലമായിട്ട് പ്രാഥമികമായിട്ട് നമ്മൾ പത്രപ്രവർത്തനത്തിലൊക്കെ ചെയ്തിരുന്ന ഈ ക്രോസ് ചെക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അതാരും ചെയ്യുന്നില്ല. അതിപ്പോൾ 75 വയസ്സ് എന്ന് പറഞ്ഞിട്ടൊരു നിയമം ഇവൻ കൊണ്ടുവന്നല്ലോ, ഈ കേജ്രിവാൾ. പിന്നെ 86-ാമത്തെ വയസ്സിലാണ് ഗാന്ധിനഗറിൽ മത്സരിച്ചത് അദ്വാനി അവസാനം. പിന്നെ എന്ത് 75 വ്യവസ്ഥ? അതുപോലെ മോഹൻലാലിനെ മോദി വിളിച്ചു. ഇന്ന് മോഹൻലാൽ പറഞ്ഞില്ല, മോദിയും പറഞ്ഞിട്ടില്ല. ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് മോദിയുടെ അടുത്ത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നിഷേധം വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് എനിക്കും പറയാം. മോദി ഇന്ന് രാവിലെ വിളിച്ചിരുന്നു, സുഖമില്ല എന്നൊക്കെ ചോദിച്ചു, ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് എന്നെ ഉപദേശിച്ചു എന്ന് എനിക്കും പറയാമല്ലോ. കാരണം മോദി ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല നിഷേധിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ, കാരണം ഒന്നാമത് മോദിയെ ഫോണിൽ കിട്ടില്ലല്ലോ. ഈ മാധ്യമപ്രവർത്തകർ വിളിച്ചു കഴിഞ്ഞാൽ മോദി ഫോൺ എടുക്കുമെന്ന് ഇപ്പോൾ വിനു വി ജോൺ മഹാനാണ്, നമുക്കെല്ലാം അറിയാൻ പാടുള്ളൂ. മാത്രമല്ല 10,000 പേരുണ്ട് ഈ സദസ്സിൽ. ഈ 10,000 പേര് മോദി വരണം ശങ്കരാചാര്യന്മാരും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്, വലിയ സന്യാസിമാരും ഒക്കെ. ഈ 10,000 പേരെ മോദി ഫോണിലെടുത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്നാണോ? രജനീകാന്തിനെ മോദി വിളിച്ചിട്ടുണ്ടാവുമോ? ഇല്ല, അതിന് ഓഫീസുണ്ടെന്ന്. അതെ. അപ്പോൾ പറയുമ്പോൾ അവരെന്താ പറയുക? പ്രധാനമന്ത്രി അങ്ങ് ഇതിനകത്ത് പങ്കെടുക്കണമെന്ന് പറയാൻ അങ്ങയെ അറിയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങ് പങ്കെടുക്കണം.
അത് അവിടുത്തെ BJP-ക്കാരോട് ആരോടെങ്കിലും ചെന്നൈയിൽ പറഞ്ഞാൽ മതിയല്ലോ. അല്ല അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെയല്ലേ അത് പോകുന്നത്. അല്ലാണ്ട് ഈ 10,000-ലേറെ അധികം പേര് വരുന്ന മനുഷ്യരെ മുഴുവൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും 72 മന്ത്രിമാരെ മോദി വിളിക്കുമോ? റബിഷ് എന്നല്ലാതെ എന്ത് പറയാനായിട്ടാണ്. പിന്നെ ഇവരുടെ ലക്ഷ്യമുണ്ട്. കാരണം ഇവർ ഉദ്ദേശിച്ച രീതിയിൽ ഒന്നും നടക്കാത്ത കാരണം ഇനിയും ഇത് ഈ BJP-യെ തകർക്കാനുള്ള മാർഗം എന്ത് എന്ന് അന്വേഷിച്ച് അവർ ചെയ്യുന്നത്. അതെന്താ കാര്യമെന്ന് വെച്ചാൽ ഇത് കേരളമാണ്, അതാണല്ലോ ഇവരുടെ മുദ്രാവാക്യം. ഇത് കേരളമാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഇത് കേരളമാണെന്നുള്ള മുദ്രാവാക്യം തൃശ്ശൂരിൽ പൊളിഞ്ഞുപോയി. അല്ല, ഇത് കേരളമാണ് എന്നുള്ള മുദ്രാവാക്യം പറയുമ്പോഴാണ് 11 സ്ഥലത്ത് 1-ാം സ്ഥാനത്തും 8 സ്ഥലത്ത് 2-ാം സ്ഥാനത്തും BJP എത്തി എന്ന് മാത്രമല്ല, അസംബ്ലി സെഗ്മെൻറ്റിൽ ഇത് കേരളമാണെന്ന് അപ്പം പറയുന്നില്ല, എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കേരളമാണെന്ന്. കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സെന്ന് ഇപ്പോൾ പറയുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സാധനമുണ്ട്, കേരളത്തിൻ്റെ ഇടതുപക്ഷ സംസ്കാരം. ഇടതുപക്ഷ സംസ്കാരം പുറത്തു പറയാൻ കൊള്ളുന്ന സംസ്കാരമാണ്. എവിടെ ഇടതുപക്ഷ ആധിപത്യം നേടിയിട്ടുണ്ടോ ആ രംഗം മുഴുവൻ തകർന്നിട്ടില്ലേ? നമ്മുടെ നാട്ടിലെ ഫാക്ടറികളും വ്യവസായശാലകളും തകർന്നത് ഇടതുപക്ഷത്തിൻ്റെ ദുസ്വാധീനം കൊണ്ടല്ലേ? നമ്മുടെ നാട്ടിലെ സർക്കാർ സംവിധാനം ഇതുപോലെ അധപ്പതിച്ചത് ഇടതുപക്ഷത്തിൻ്റെ അമിത സ്വാധീനം കൊണ്ടല്ലേ? ഇതെന്താ ഇവരാരും പറയാത്തത്? കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംഘടിത ശക്തിയാക്കി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നിട്ട് അവർ രാഷ്ട്രീയം കളിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രകടമായി രാഷ്ട്രീയം പാടില്ല എന്നുള്ളത് അവിടെ എഴുതി, ഞാൻ രാഷ്ട്രീയത്തിലൊന്നും ഇടപെടില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഇത് വരുന്നത്. എന്നിട്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സംഘടന ഉണ്ടാക്കിയിട്ട് ആ രാഷ്ട്രീയം നടത്തുകയാണ്. ആ രാഷ്ട്രീയം നടത്തി വരുമ്പോൾ നിങ്ങളൊരു കാര്യം സമ്മതിക്കേണ്ടതല്ലേ, നമ്മുടെ NGO യൂണിയൻ ഉണ്ടാക്കിയെടുത്തൊരു സംസ്കാരത്തിൻ്റെ ഫലമായിട്ടല്ലേ ബ്യൂറോക്രസി ഈ രീതിയിൽ എന്താ പറയണ ഇറസ്പോൺസിബിളായി തീർന്നത്? ഈ രീതിയിൽ പക്ഷേ ഈ ഇടതുപക്ഷ മനസ്സുണ്ടല്ലോ, അത് ഈ ചാനലുകളിൽ കാണുന്നുണ്ട് കേട്ടോ. അതാണ് ഇടതുപക്ഷ മനസ്സ് എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സാധനം ഏറ്റവും ആദ്യം അത് ഉപേക്ഷിപ്പിക്കണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് SFI-ക്കാരായിരുന്നവരൊക്കെയാണ് അവരെല്ലാവരും അവർ വിപ്ലവം നടത്തുന്ന ഇപ്പോൾ ചാനലിൽ ഹാഷ്മി താജ് ഇബ്രാഹിമോ ഇങ്ങനെ കുറേ അവർ പറയും എൻ്റെ SFI ദിനങ്ങളിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്താണ് അവരെന്താ പറയണത്? സമരവും പഠനവും എന്നാ നികേഷ് കുമാർ പറഞ്ഞിരുന്നു. SFI ആണ് എന്നെ ഈ സ്ഥാനത്ത്. അല്ല, സമരവും പഠനവും എന്നാ. അങ്ങനെയില്ല. കോളേജ് അടിസ്ഥാനപരമായിട്ട് പഠിക്കാനുള്ള സ്ഥലമാണ്, വിദ്യാഭ്യാസ സ്ഥാപനം, സമരമല്ല. ലോകത്തെവിടെയുണ്ട്? ലോകത്തിൽ ഇപ്പോൾ 400 കൊല്ലം 500 കൊല്ലമൊക്കെ 400 കൊല്ലം പഴക്കമുണ്ട് ലുവൈൻ സർവകലാശാലയിൽ. അവിടെ സമരമാണോ ഉള്ളത്? അക്കാദമിക് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. അക്കാദമിക് ബ്രില്യൻസ് അക്യുമുലേറ്റ് ചെയ്ത് വരുന്നതാണ്. ആ അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന അക്കാഡമിക് ബ്രില്യൻസ് ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന പഴയ കോളേജുകൾ എടുത്തു നോക്ക്. 1947 മുൻപ് സ്ഥാപിക്കപ്പെട്ട കോളേജുകൾ, അത് യൂണിവേഴ്സിറ്റി കോളേജ്, MG കോളേജ്, മാർ ഇവാനിയോസ് കോളേജ്, കൊല്ലം SN കോളേജ്, കോട്ടയം CMS കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ്, തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ്, അത് കഴിഞ്ഞ് തലശ്ശേരി ബ്രണ്ണൻ കോളേജ്. ഈ കോളേജുകളിലെല്ലാം ഉണ്ടായിരുന്ന ഒരു അക്കാഡമിക് മെരിറ്റ് ഇപ്പോൾ ഉണ്ടോ? ഇത് അക്യുമുലേറ്റ് ചെയ്ത് വരേണ്ടതല്ലേ? അപ്പോൾ ഈ ഇടതുപക്ഷ സ്വാധീനം വന്നപ്പോൾ അതെങ്ങനെ കുറഞ്ഞു എന്നെന്താ ഇവർ അന്വേഷിക്കാത്തത്? അതെങ്ങനെ കുറഞ്ഞു? കേരളത്തിലെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് 35,000 പേര് കേരളം വിട്ടു പോകുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഈ മാധ്യമ സംസ്കാരം വളരെ അപായകരമായ രീതിയിൽ ഇറസ്പോൺസിബിളായി തീർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സുരേഷ് ഗോപിയെക്കുറിച്ചും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന വ്യാജ വാർത്തകൾ. ആ വ്യാജ വാർത്ത കൊടുക്കുന്നവർക്ക് ദൈവം സഹായിച്ച് യാതൊരു കുറ്റബോധവുമില്ല എന്നുള്ളത് നമ്മുടെ കഷ്ടകാലം തന്നെയാണ്. അതാണ് മാധ്യമപ്രവർത്തനം എന്ന് അവർ ശീലമായതുകൊണ്ടേ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ശരിയായി ധരിച്ചിട്ടുണ്ടാവും. അല്ല, അവരത് തന്നെ അങ്ങനെ ചെയ്യണം എന്നാണ്, അതാണ് ശരിയെന്ന് അവർ കരുതി. അതെ, ഒരാൾ തെറ്റ് ചെയ്യുകയും ആ തെറ്റാണ് ശരിയെന്ന് പറയുകയും ചെയ്താൽ എന്ത് ചെയ്യും? അതാണ് ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.